നമസ്കാരം. നമുക്ക് മെറ്റാമാസ്ക് വാലറ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മെറ്റാമാസ്ക് വാലറ്റിൻ്റെ ഉപയോഗം നമ്മൾ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങി സൂക്ഷിക്കുകയും അതിനകത്ത് എക്സ്ചേഞ്ച് ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മെറ്റാമാസ്ക്. അത് സീക്രട്ടാണ്. ഇതിനകത്തുള്ള ഓരോ കീവേഡും പാസ്വേഡൊക്കെ നമ്മൾ മറന്നു പോകാതെ എഴുതി വെക്കണം. കാലാകാലം അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് മാറ്റി വേറെ ഫോണിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പാസ്വേഡും ഇതിനകത്ത് ഒരു 12 വേർഡ് വരുന്നുണ്ട് ഇംഗ്ലീഷിൽ. അത് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ കറക്റ്റായിട്ട് എഴുതി സൂക്ഷിക്കണം. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഇതൊക്കെ കംപ്ലൈൻ്റായി പോയി കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഓരോ സ്റ്റെപ്പും കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെറ്റാമാസ്ക് നമ്മൾ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പ്ലേ ചെന്ന് മെറ്റാമാസ്ക് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസുള്ളൊരു ആപ്പ് വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പം നമ്മൾ ഇതിൻ്റെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോവുക. ഇവിടെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, നമുക്ക് പഴയ നേരത്തെ മെറ്റാമാസ്ക് ഉള്ളതാണോ വേണ്ടത്, അത് പുതുതാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഉള്ളതാണെങ്കിൽ ഈ ഇമ്പോർട്ട് യൂസിങ് എന്നുള്ളത് മുകളിലത്തേൽ തൊട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പാസ്വേഡും കീവേഡൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതിനു മുമ്പ് യൂസ് ചെയ്ത് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് പുതിയതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, താഴെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് കൊടുക്കുക. അവിടെ നേരെ മുന്നോട്ട് പോവുക. അടുത്ത പേജിൽ വരുമ്പോഴും സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ട. സ്റ്റാർട്ട് കൊടുത്ത് മുന്നോട്ട് പോവുക. വീണ്ടും അടുത്തൊരു പേജിലേക്ക് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തെടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത പേജിൽ വരുമ്പോൾ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. മറന്നു പോരുത്, വീണ്ടും പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. അതായത് ഒരു ചുരുങ്ങിയത് 8 അക്ഷരമെങ്കിലും വരണം പാസ്വേഡിന്. അപ്പം നമ്മൾ എഴുതുന്ന പാസ്വേഡ് കറക്റ്റായിട്ട് ഈ മേളിൽ ഷോ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് എന്താണ് എഴുതിയത്. അതേ ഇത് തന്നെ നമ്മൾ താഴെയും കൊടുക്കുക. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ ഒരു കള്ളിയിൽ എന്താ ചെയ്യുക, നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ താഴെ അടുത്ത പേജിലേക്ക് പോകാനുള്ളത് തെളിഞ്ഞു വരും. നേരെ വീണ്ടും അടുത്ത പേജിലേക്ക് പോവുക. അതായത് അത് ഇങ്ങനെ വരും. നമ്മൾ പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ സ്ട്രോങ് ഇങ്ങനെ നടുക്ക് എഴുതി കാട്ടും. സ്ട്രോങ് അല്ലെങ്കിൽ ഗുഡ് വന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, സ്ട്രോങ് വന്നാലും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് പാസ്വേഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. വീണ്ടും നമ്മൾ അടുത്ത പേജിൽ വരുമ്പോൾ ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് വീണ്ടും ഇവിടെ ഒന്നോളം കൊടുക്കാനാണ് അവർ പറയുന്നത്. അതൊന്നോളം കൊടുത്ത് കൺഫേം ചെയ്ത് മുന്നോട്ട് പോവുക. പാസ്വേഡ് തെറ്റിപ്പോകാതെ കൊടുക്കുക. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പേജിലേക്ക് വരും. അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കറുപ്പ് ഇത് കൊടുത്തേക്കുന്ന വ്യൂ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുള്ളിൽ തൊട്ട് കൊടുക്കുക. അപ്പോൾ നേരെ അടുത്ത പേജിലേക്ക് വരും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇതുണ്ട്, ഇവിടെ 1 മുതൽ 12 വരെ നമ്പർ ഇട്ട് 12 ഇംഗ്ലീഷ് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് സ്പെല്ലിങ് തെറ്റാതെ നമ്പർ ഇട്ട് എഴുതി വയ്ക്കുക. നിങ്ങൾ കറക്റ്റ് പതുക്കെ സാവകാശം ചെയ്താൽ മതി, സ്പീഡിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പതുക്കെ ചെയ്യുക. അത് നമ്പർ ഇട്ട് നല്ലൊരു പേപ്പറിൽ എഴുതി ആദ്യമേ നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്ന് പറഞ്ഞ് മേളിൽ കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ മെറ്റാമാസ്ക് കീ എന്നും പറഞ്ഞ് തൊട്ട് താഴെ ഈ 12 അക്കവും വേഴ്സും നമ്മൾ എഴുതി സൂക്ഷിക്കുക. സ്പെല്ലിങ്ങും തെറ്റരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ എടുത്തിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് മുന്നോട്ട് പോകാം. ഫോട്ടോ എടുത്ത് വെച്ചാൽ പ്രയോജനമില്ല. മൊബൈലൊക്കെ എപ്പോഴും കംപ്ലൈൻ്റ് ആവണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോട്ടോയിലൊരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എടുത്തു വയ്ക്കാനുള്ള കാരണം, നമ്മൾ ഏതൊരു ക്രിപ്റ്റോ കറൻസിയും വാങ്ങിച്ച് നമ്മൾ ഇതിനകത്താണ് സൂക്ഷിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രൊജക്റ്റിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്രിപ്റ്റോ കറൻസി ഉണ്ടാവും. അതും ഈ മെറ്റാമാസ്ക് വഴിയൊക്കെ ആയിരിക്കും മുന്നോട്ട് വരിക. അപ്പോൾ ഇതിൽ വന്ന് കിടക്കുന്ന കോയിനുകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ വേർഡ്സുകൾ എല്ലാം കറക്റ്റായിട്ട് പാസ്വേഡും ഈ ഇംഗ്ലീഷ് വേർഡ്സുകളെല്ലാം എഴുതി വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ എഴുതി വെച്ച അതേ വാക്കുകൾ ഈ താഴെ കൊടുത്തിട്ടുണ്ടാവും. ആ 12 എണ്ണം അത് പല രീതിയിൽ മിക്സായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ മുകളിൽ നിന്ന് 1 മുതൽ 12 വരെ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് നോക്കിയിട്ട് താഴെ ടിക്ക് കൊടുക്കുക. അപ്പം മേളിൽ 1ലേക്ക് വരും. 1 ഏതാണോ അതിന് ആദ്യമേ ഫസ്റ്റ് കൊടുക്കുക, 2 ഏതാണോ 2ൽ രണ്ടാമത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ മേളിൽ അത് ഫുള്ളായിട്ട് വരും. ഫുള്ളായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോവുക. അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഫുള്ളായിട്ട് കൊടുത്തു കഴിയുമ്പോൾ സക്സസ് എന്ന് വരും. സക്സസ് എന്ന് വന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത് തെറ്റാന്നാണ് കൂട്ടിയത്. സക്സസ് എന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കംപ്ലീറ്റ് ബാക്കപ്പിലേക്ക് പോവുക. ബാക്കപ്പിലേക്ക് പോയി അതിൻ്റെ കൺഗ്രാജുലേഷൻ, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റായി. താഴെ ഡൺ കൊടുത്ത് നേരെ ഹോം പേജിലേക്ക് വരിക. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡൺ കൊടുത്ത് പോന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ചിലർ ഇത് റെഡിയാക്കി വരുമ്പോൾ ഇൻ്റർഫേസ് കൂടെ BNB എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് ഒരു BNB നെറ്റ്വർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എത്തേറിയത്തിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ GCD ടോക്കൺ ആണെങ്കിലും അത് BNBയിലാണ് വർക്ക് ചെയ്യുന്നത്. Web20ലാണ് BNB സ്മാർട്ട് ചെയിനിൽ. അപ്പോൾ നമുക്ക് ആ കോയിൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇത് BNBയിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ BNB അഡ്രസ്സാണ് നമുക്കതിനകത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ എത്തേറിയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനകത്ത് BNB ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ മുകളിൽ എത്തേറിയ ഏറ്റവും മുകളിൽ മെറ്റാമാസ്കിൻ്റെ എംബ്ലം കിടപ്പുണ്ട്, പൂച്ചയുടെ പോലത്തെ, അതിൻ്റെ നേരെ എത്തേറിയം എന്നുള്ളിടത്ത് തൊടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാവും BNB. ഞാൻ BNB എൻ്റെ കയ്യിൽ ആഡായി കിടപ്പുണ്ട്, ഇതിനകത്ത് ആഡായി കിടപ്പുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ചിലർ BNB ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ ആഡ് നെറ്റ്വർക്കിൽ തൊടുക. അപ്പോൾ ഇവിടെ BNB എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനവിടെ ആഡ് ചെയ്തുകൊണ്ട് BNB ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെന്ത് ചെയ്യുക, BNB തൊട്ട് ആഡ് കൊടുത്ത് അപ്രൂവ്ഡ് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ വരുമ്പോൾ നേരെ BNB നെറ്റ്വർക്കിലേക്ക് ഇത് മാറും. അപ്പോൾ BNB നെറ്റ്വർക്ക് കിടന്നാലാണ് നമുക്ക് Web20 BNB സ്മാർട്ട് ചെയിനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കോയിനും ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിടുക. ഇങ്ങനെ ആക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഈ ഓരോ കോയിൻ്റെയും റിസീവ് അഡ്രസ്സ് വേണം, വാലറ്റ് അഡ്രസ്സ്. അപ്പോൾ നമുക്കിപ്പോൾ GCD കോയിൻ്റെ ആണെങ്കിൽ തന്നെ നമുക്ക് BNB നെറ്റ്വർക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ ഒരു തെറ്റും വരാതിരിക്കാൻ നമ്മൾ ചിലപ്പോൾ മേളിൽ ഈ അഡ്രസ്സ് എന്നുള്ളിടത്ത് ചെക്കിങ് കഴിഞ്ഞാൽ അതിനകത്ത് BNB ചിലപ്പോൾ എത്തേറിയം അതൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. നമ്മൾ തെറ്റ് വരാതിരിക്കാൻ അതേ കോയിൻ്റെ തന്നെ BNB തൊടുക. BNB തൊട്ട് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റിസീവ്ഡി തൊടുക. റിസീവ്ഡി തൊട്ടിട്ട് നേരെ ഈ കോപ്പിയിലേക്ക് കൊടുക്കുക. കണ്ടോ ചെറുതായിട്ട് കോപ്പിയിൽ എഴുതിയിട്ടുണ്ട്, ആ കോപ്പി ചെയ്യുക. പബ്ലിക് അതാ കോപ്പി ആയിട്ടുണ്ട്, ആ അഡ്രസ്സ് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആവശ്യം, ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ BNBയുടെ വാലറ്റ് അഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ കോപ്പി ചെയ്തിട്ട് നേരെ ആർക്കാണെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അത് റിസീവ് അഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെറ്റാമാസ്ക് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് BNB അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് വരെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.